നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് ഒക്കെ വന്നു. മെയ് മാസം 2-ാം തീയതി ഡിഗ്രി പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാണ്. മക്കളെ, ഒരു 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ തരട്ടെ. ഓരോ ദിവസവും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ദാ കിടക്കുന്നു. ഓരോ ദിവസത്തെയും ആ കിഡിലൻ സ്റ്റഡി പ്ലാൻ ഒരു 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ തരാൻ പോവാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് MEMന്റെ പോർഷനാണ്, രണ്ടാമത്തത് GK പോർഷനാണ്. ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് GK പോർഷൻസ് ആണ്. കാരണം കടലു പോലെ കിടക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ പഠിക്കേണ്ടുന്ന ഭാഗമാണ് GK. അവിടെ സിലക്റ്റീവായി കൃത്യമായി മനസ്സിലാക്കി പോയില്ല എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് മാർക്ക് നഷ്ടപ്പെടാനും കാരണമാകും. അതുകൊണ്ട് വ്യക്തമായി ഓരോ പോയിന്റുകളെയും മനസ്സിലാക്കി പ്രീവിയസ് ഇയറുള്ള 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ അനാലിസിസിലൂടെ നമ്മൾ തയ്യാറാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇതാ ഇവിടെ കിടക്കുന്നത്. ഇത് GKയുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻ ആണ്. ഇനി MEM ആണെങ്കിലോ, MEM നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ക്രാഷ് കം മെയിൻസ് ബാച്ചിനകത്ത് നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. അവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിലെ ടോപ്പിക്കുകൾ നമ്മൾ ആദ്യമേ തരും. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് പഠിക്കാം. കാരണം 50 മാർക്കിന്റെ ടോപ്പിക്കാണ്. അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചതായിരിക്കും. അവിടെ റിവിഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാൻ വേണ്ടി നമ്മൾ തരും. ഈ GK ആണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തി തരുന്നത്. അല്ലെങ്കിൽ അത് അവിയൽ പരുവമാകും. അതുകൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഇത് കൂടാതെ ഒരു ഫ്രീ ആയിട്ടുള്ള നോട്ട് കൂടി, ഏതാണ്ട് ഒരു 360ഓളം പേജുകൾ വരുന്ന ഒരു വലിയ നോട്ട് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് 36 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അടുത്ത LDക്കോ മറ്റു പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനൊക്കെ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ, ഒരു നോട്ടുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ആ നോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നോട്ടിന്റെ PDF വേണമെങ്കിലോ നിങ്ങൾ ടെലഗ്രാം, സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മക്കളെ, ആദ്യത്തെ ദിവസം നോക്കിയിടാം. ആദ്യത്തെ ദിവസം നമ്മൾ ജോഗ്രഫി ആണ് ഇട്ടിരിക്കുന്നത്. ജോഗ്രഫിക്ക് 5 മാർക്കാണ്. നോക്കിയേ, ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയും ഓഷ്യൻ കറൻസും, രണ്ട് കിഡിലൻ ടോപ്പിക്കൽ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ആദ്യത്തെ ദിവസം. അതിനുശേഷം എക്കണോമിക്സ് ആണ്, നാഷണൽ ഇൻകം. എക്കണോമിക്സിന്റെ നാഷണൽ ഇൻകത്തിൽ നിന്നുള്ള ഒരു ചോദ്യമില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോകില്ല. അതുകൊണ്ടാണ് ആ ടോപ്പിക് അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അതിനുശേഷം ലിറ്ററേച്ചർ, വീണ്ടും എക്കണോമിക്സ്, അതായത് കൃതികൾ, കഥാപാത്രങ്ങൾ, നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക് അവിടെ വരുന്നുണ്ട്. ദെൻ IT-യിൽ നിന്ന് സൈബർ ലോ, ദെൻ ലിറ്ററേച്ചറിൽ നിന്ന് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ലിറ്ററേച്ചർ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അവിടുന്ന് 10 മാർക്കാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേ, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ കോൺസ്റ്റന്റ് അസംബ്ലി, 2 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ദെൻ ലിറ്ററേച്ചർ വീണ്ടും കയറി വരുന്നു. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറയുന്നുണ്ട്. ദെൻ എക്കണോമിക്സിൽ നിന്ന് ബേസിക്സ് ഓഫ് എക്കണോമിക്സ്. വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലോ ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, നല്ല അടിപൊളി ടോപ്പിക്കാണ്. ദെൻ സിവിക്സിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, കേരള ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സിവിക്സിൽ നിന്ന് ലോക്പാൽ ആൻഡ് ലോകായുക്ത മറ്റൊരു ടോപ്പിക്കാണ്. ദെൻ ആർട്സിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, ഉത്സവങ്ങൾ, ആ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഗ്ലോബൽ വാർമിംഗും കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനന്റ് സയന്റിസ്റ്റും. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ അനലൈസ് ചെയ്താൽ ഒരുപാട് ചോദ്യങ്ങൾ ഗ്ലോബൽ വാർമിംഗിൽ നിന്ന്, പ്രോമിനന്റ് സയന്റിസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ തന്നെ അങ്ങ് പഠിച്ചോണം. ദെൻ ജോഗ്രഫി നോക്കിയേ, ജോഗ്രഫി സ്ട്രക്ചർ ഓഫ് എർത്ത്, ജോഗ്രഫിയിൽ തന്നെ അറ്റ്മോസ്ഫിയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. ദെൻ സ്പോർട്സിൽ നിന്ന് നാഷണൽ ഇൻകവും, സ്പോർട്സിൽ നിന്ന് തന്നെയുള്ള ഒളിമ്പിക്സും, മറ്റ് 2 ടോപ്പിക്കുകൾ അടുത്ത ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ അതിനുശേഷം വേൾഡ് ഹിസ്റ്ററി നോക്കിയാൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ നിന്ന് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ, ജോഗ്രഫിയിൽ നിന്ന് വിൻഡ്, ലിറ്ററേച്ചറിൽ നിന്ന് മലയാളം സിനിമ വരുന്നുണ്ട്. IT-യിൽ നിന്ന് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. വീണ്ടും ആർട്സിൽ നിന്ന് നോക്കിയാൽ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ദെൻ ജോഗ്രഫി നോക്കിയാൽ ജോഗ്രഫി കേരളത്തിലെ നമ്മുടെ റോക്കുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോകുന്നു. വീണ്ടും ജോഗ്രഫിയിൽ നിന്ന് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ. ദെൻ 5 ഇയർ പ്ലാൻ എക്കണോമിക്സിലേക്ക് വരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ, നോർത്തേൺ മൗണ്ടെയിൻസ് പാർട്ട് 1, 2, 3, ദെൻ പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം നോക്കിയേ, ലിറ്ററേച്ചറും കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. കൃതികളും കഥാപാത്രങ്ങളും വരുന്നുണ്ട്.
സിറ്റിസൺഷിപ്പ് കയറി വരുന്നുണ്ട്. നമ്മൾ ചില ടോപ്പിക്കുകൾക്ക് കൂടുതൽ സമയം ഇട്ടിട്ടുണ്ട്. എന്തിനാ? ആ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യമുണ്ട്, ചിലപ്പോൾ അതിൻ്റെ അളവ് കൂടുതലായിരിക്കും, വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സമയവും കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സ് നീതി ആയോഗ്, ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ അഡ്വന്റ് ഓഫ് ബ്രിട്ടീഷും റവല്യൂഷൻ നമ്മുടെ 1857 കലാപവും വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ വീണ്ടും അടുത്ത ദിവസം നമ്മൾ റിവോൾട്ട് ഇട്ടിട്ടുണ്ട്. അത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അടുത്ത എക്കണോമിക്സ് RBI ആണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ് ആണ് അടുത്ത ദിവസം. ഫണ്ടമെന്റൽ റൈറ്റ്സും ഇമ്പോർട്ടൻറ്റ് അവാർഡ്സുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ദെൻ ജോഗ്രഫിയിൽ നിന്ന് നോർത്തേൺ മൗണ്ടെയിൻസ്, ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ് അടുത്ത ദിവസവും. പെനിൻസുലാർ പ്ലേറ്റും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനുമാണ് അവിടുന്ന് വരുന്നത്. ദെൻ ആർട്സിൽ നിന്ന് കേരളത്തിന്റെ കലാപാരമ്പര്യം വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP, സ്പോർട്സ്, ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്. അടുത്ത ആർട്സ് നോക്കിയടാ, ആർട്സിൽ നിന്നുള്ള ടോപ്പിക്ക് വരുന്നുണ്ട്. വീണ്ടും IT-യിൽ നിന്നുള്ള ടോപ്പിക്ക് ഹാർഡ്വെയർ കയറി വരുന്നുണ്ട്. ഇങ്ങനെ മാർക്കിന്റെ പ്രപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം എക്കണോമിക്സിൽ നിന്ന് GST ആണ്, സ്പോർട്സിൽ നിന്ന് കേരള സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സിവിക്സിൽ നിന്ന് ബ്യൂറോക്രസി ആണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, CAG, GST കൗൺസിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് വരിക. ദെൻ IT നോക്കിയടാ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, IT-യിൽ നിന്ന് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, സിവിക്സിൽ നിന്ന് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഇഷ്ടം പോലെ തവണ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ നിന്ന് ബഡ്ജറ്റ്, സിവിക്സിൽ നിന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ, ദെൻ വീണ്ടും IT-യിൽ നിന്ന് നെറ്റ്വർക്ക് ഡിവൈസസ് വരുന്നുണ്ട്, മെമ്മറി ഡിവൈസസ് വരുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സിവിക്സിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടത്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എമർജൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. വീണ്ടും IT-യിൽ സിവിക്സുമാണ് ഇന്റർനെറ്റും സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും നമ്മുടെ UPSC, അതേപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകൾ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടുന്ന് ഇഷ്ടം പോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്ന ഭാഗമാണ്. ദെൻ സിവിക്സ് നോക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലിറ്ററേച്ചർ ആണെങ്കിൽ എഴുത്തുകാർ തൂലികാനാമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പൽ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന ഭാഗം. കേരള ഹിസ്റ്ററി നോക്കിയിടാം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ വരുന്നുണ്ട്. ദെൻ കേരള ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ കേരള വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മെഡീവിയൽ ഇന്ത്യ, അതേപോലെ തന്നെ കേരള ജോഗ്രഫിയിൽ നിന്ന് കേരള റിവേഴ്സ് കയറി വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന ഭാഗം. ഇന്ത്യൻ ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേ, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സിവിക്സിൽ നിന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ. സയൻസ് ആൻഡ് ടെക്നോളജി ലാസ്റ്റ് ടോപ്പിക്കാണ്, പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ ISROയുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ഡേയ്സ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സിലബസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും കൃത്യമായി പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇട്ടിരിക്കുകയാണ്. ഇത് GK ടോപ്പിക്സ് ആണ്. നിങ്ങൾ MEM, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്തിരിക്കുക സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് 6 മണിക്കൂറാണ് എങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിനും 3 മണിക്കൂർ GKക്കും വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിൽ കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ സമയം എടുക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ സമയം എടുക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസും ചെയ്തു പോവുക. അപ്പോൾ ഇതിന് സഹായകമാകുന്ന ഒരു ബാച്ചാണ് ഡിഗ്രി പ്രിലിംസ് ക്രാഷ് കം മെയിൻസ് ബാച്ച്. അതായത് ഡിഗ്രി പ്രിലിംസിന് ക്രാഷ് ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ വന്നു തുടങ്ങും. ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസമാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളത്. അപ്പം ഇപ്പം ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 2 ദിവസമേ ആയിട്ടുള്ളൂ, സമയം ഒരുപാട് പോയിട്ടില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നോട്ടിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് പോയാൽ മതി കേട്ടോ. നേരെ ടെലഗ്രാമിൽ പോവുക. ടെലഗ്രാമിൽ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ടെലഗ്രാമിൽ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കാണും, അവിടെ കയറിയിട്ട് റീസ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. ഈ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന നോട്ട് ഒന്ന് ചെയ്ത് നോക്കണം, ഒന്ന് കണ്ടു വായിച്ച് നോക്കിയേ, അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ നോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് PDF നോട്ടുകളാണ്, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മൊത്തത്തിൽ ആദ്യമേ കിട്ടും. ദെൻ അതേപോലെ തന്നെ ബാക്കിയുള്ള GK ടോപ്പിക്സുകൾ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് വരും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരമാവധി എക്സാമുകളാണ്. ഡെയിലി എക്സാമുകൾ കാണും, വീക്ക്ലി എക്സാമുകൾ കാണും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത് എന്ന് പറയുന്നത്, ഡെയിലി വീക്ക്ലി പോലെ തന്നെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തരുന്ന നോട്ട്സിലും ഈ PDF നോട്ട്സിലും എന്ത് കാണും? എക്സാമുകൾ, ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെറ്റ് ചെയ്ത് പോയാൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലിൽ പോയിട്ട് ആ നോട്ടൊന്ന് കണ്ടോ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ഈ ഒരു ഓഫ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ. അതേപോലെ തന്നെ 8281223366 ഈ നമ്പറും കൂടി ഒന്ന് എന്ത് ചെയ്തോ? ഒന്ന് സെറ്റ് ആക്കിക്കോടാ മക്കളെ. ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോ. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് കിട്ടും. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നേരെ ബാച്ചിലോട്ട് വന്നോടാ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ക്ലാസ്സിൽ കാണാം.